all നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഏകദേശം ഒരു 4 സെറ്റ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 5ാമത്തെ ഭാഗത്തിലേക്കാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമുക്ക് ഓരോന്നോരോന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പൊ കാണുന്ന ഹെഡിങ് എന്താണ്? ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻസ്. അപ്പൊ ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ ആദ്യം പഠിച്ചിട്ട് നമുക്ക് എന്തിലേക്ക് പോവാം? ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പൊ ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻസ്. അപ്പൊ എന്താണ് ഫാക്ടർ, എന്താണ് സൊല്യൂഷൻസ് അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് ഫാക്ടേഴ്സ് എന്താ നോക്കാം. ഫാക്ടേഴ്സ് എന്താണ്? ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് നമുക്കറിയാവുന്ന കാര്യമാണ്. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3. എന്താണ് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ടാവും. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ആണ് അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ആണ് ആണല്ലോ. അപ്പൊ നമ്മൾ പഠിച്ച കാര്യമാണ്. രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും അല്ലേ? പഠിച്ചല്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഈ കിടക്കുന്ന രണ്ടാൾക്കാർ ആരൊക്കെ? എക്സ് പ്ലസ് 2ഉം എക്സ് പ്ലസ് 3ഉം എന്താണ്? ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇതിൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ഈ തന്നിരിക്കുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതാണ് എക്സ് പ്ലസ് 2ഉം എക്സ് പ്ലസ് 3 അല്ലെ. ഇനി നമുക്ക് എന്തും കൂടി വേണം. എന്താണ് സൊല്യൂഷൻസ്? എന്താണ് സൊല്യൂഷൻസ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം വേണ്ടേ? അപ്പൊ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 അല്ലെ, സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. അതായത് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയല് 0 ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന, എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൊല്യൂഷൻസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലാണ് ആ ടോട്ടൽ എന്താണ് പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ 0 ആവുക? നമുക്ക് നോക്കി നോക്കാം അല്ലേ. അപ്പൊ ഈ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0 ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3യും എന്താവാം? 0 ആവാം അല്ലെ. ആദ്യത്തെ ഏതെങ്കിലും ഒന്ന് 0 ആയാലല്ലേ നമുക്ക് ആ ടോട്ടൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ 0 ആവുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് 2 ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് എഴുതാം? എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇത് ഏതെങ്കിലും ഒന്ന് എന്താവണം? 0 ആവണം അല്ലെ. അപ്പൊ എക്സ് പ്ലസ് 2 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? എക്സ് ഈക്വൽ ടു -2 എന്നാണ് അല്ലെ. അതായത് ഈ പ്ലസ് 2 ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ എന്താവും മക്കളെ? -2 ആവും ആവൂലേ. അതേപോലെ തന്നെ എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? എക്സ് ഈക്വൽ ടു -3 എന്നാണ് അല്ലെ. അതായത് ഈ പ്ലസ് 3 ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ എന്താവും? -3 ആവും. ഓക്കെ ആണല്ലോ. അപ്പൊ എക്സിന് ഏതൊക്കെ വാല്യൂസ് കൊടുത്തു നോക്കുക? -2 -3 ഒന്ന് കൊടുത്തോക്കല്ലേ നമുക്ക്. അപ്പൊ നമ്മളുടെ എക്സ് ഈക്വൽ ടു -2 എന്ന് പറയുന്ന വാല്യൂ ഞാൻ ആദ്യം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മള് പോളിനോമിയൽ ഏതാ? എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ആണ് അല്ലെ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2ന്റെ സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു -2 പ്ലസ് 6 ഇതല്ലേ കിടക്കുന്നത്. -2ന്റെ സ്ക്വയർ എന്താ? -2ന്റെ സ്ക്വയർ വരിക? -2ന്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. ഓക്കെ, -4 എന്ന് ആരും പോയിട്ട് എഴുതരുത്. നെഗറ്റീവ് നമ്പർ ആണെങ്കിലും പോസിറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിലും സ്ക്വയർ എടുത്താൽ എന്താവും? പോസിറ്റീവേ ആവുള്ളൂ. ഓക്കെ, -2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? -2 ഇൻറ്റു -2, മൈനസും മൈനസും കൂടി പ്ലസ് ആവും, 4 ആ വരിക അല്ലെ. അപ്പൊ 4 പ്ലസ് 5 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ -10 ആണ് അല്ലെ. 10 പ്ലസ് 6 ഇത്ര ആൾക്കാരല്ലേ ഇവിടെ കിടക്കുന്നത്. ഇനി 4ഉം 6ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മക്കളെ? 10 ആണ് അല്ലെ. 10 - 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. സോ നമുക്ക് ആൻസർ കിട്ടി. എത്രയാണ് വരിക? 0 ആണ് ആൻസർ. അപ്പൊ എക്സിന് -2 കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് പറയുന്ന ആൻസർ കിട്ടി. അപ്പൊ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു -2, ഇതാണ് ഒന്നാമത്തെ സൊല്യൂഷൻ അല്ലെ. ഇനി നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം. ഏതാണ് അടുത്ത? ആരാ? എക്സ് ഈക്വൽ ടു -3. നമ്മളുടെ പോളിനോമിയൽ എഴുതി എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6
അല്ലെ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ -3ന്റെ സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു -3 പ്ലസ് 6 അങ്ങനല്ലേ വരിക. -3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ്? 9 ആണ്. പ്ലസ് 5 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ -15 ആണ്. പ്ലസ് 6 അല്ലെ. 9ഉം 6ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 ആണ്. ഒരു -15 കൂടി ഉണ്ട്. ഈക്വൽ ടു എന്ത് കിട്ടി? അഗൈൻ 0 കിട്ടി. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ വരിക? x ഈക്വൽ ടു -2 x ഈക്വൽ ടു -3 മക്കളെ നമ്മുടെ സൊല്യൂഷൻസ്. ഓക്കെ, ഇപ്പൊ എന്താണ് ഫാക്ടർ, എന്താണ് സൊല്യൂഷൻസ് എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഓരോ പ്രോബ്ലംസ് ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? One side of a rectangle is 2 meters longer than the other and its area is 48 square meters. What are the length of its sides? ഒരു ചതുരത്തിന്റെ ഒരു വശം മറ്റേ വശത്തേക്കാൾ 2 മീറ്റർ നീളം കൂടുതലാണ്. അതിന്റെ പരപ്പളവ് 48 ചതുരശ്ര മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വശങ്ങളുടെ നീളം കണക്കാക്കുക. ഇതല്ലേ നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് അതൊന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലെ. ആ റെക്റ്റാങ്കിളിന്റെ സൈഡുകൾ ഒരെണ്ണം മറ്റേതിനേക്കാൾ 2 മീറ്റർ കൂടുതലാണ്. അപ്പൊ ചെറുതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വലുത് എത്ര വരിക? x+2 ആണ് വരിക. കാരണം ചെറുതിനേക്കാൾ 2 മീറ്റർ കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ബ്രെഡ്ത്ത് ആയിട്ട് ആരെടുത്തു? എക്സിനെടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെങ്ത് ആയിട്ട് ആരാ വരിക? x+2 ആണ് വരിക. ആണല്ലോ. ഇത് നമുക്ക് ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. എന്താണ്? ഏരിയ. ഏരിയ എത്രയാണ്? 48 മീറ്റർ സ്ക്വയർ ആണ്. ഇത്രയും കാര്യങ്ങളല്ലേ ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L ഇൻറ്റു ബി ആണ് അല്ലെ. ഏരിയ ഇസ് ഈക്വൽ ടു L ഇൻറ്റു ബി ആണ്. ആണല്ലോ. അപ്പൊ എല്ലിനും ബിക്കും പകരം എക്സും x+2 നമുക്ക് എടുക്കാലോ. അപ്പൊ എക്സ് ഇൻറ്റു x+2 is equal to 48 എന്ന് എഴുതാം. ഏതി കൂടെ? ലെങ്ത്തിന്റെ സ്ഥാനത്ത് x+2, ബ്രെഡ്ത്തിന്റെ സ്ഥാനത്ത് x, എന്റെ സ്ഥാനത്ത് നമ്മൾ എന്ന് കൊടുത്തു 48 കൊടുത്തു. ഓക്കെ, ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് x ഇൻറ്റു എക്സ് x² ആണ്. 2 ഇൻറ്റു എക്സ് 2x ആണ്. ഈക്വൽ ടു 48 എഴുതി കൂടെ. ഓക്കെ, ഈ ഒരു ഫോം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏത് ചാപ്റ്ററിലാണ്? 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ ഭാഗം കണ്ടിട്ടുണ്ടാവും. കണ്ടില്ലേ? ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആ പരിപാടിയുടെ പേരാണ് സ്ക്വയർ കംപ്ലീഷൻ. കേട്ടിട്ടുണ്ടോ? വർഗ്ഗത്തികവ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് വർഗ്ഗത്തികവ് ചെയ്യുക? ഈ x² + 2x അങ്ങനെ നിർത്തും. ഇനി എക്സിന്റെ കോഎഫിഷ്യന്റ്, എക്സിന്റെ അടുത്ത് കിടക്കുന്ന നമ്പറിന്റെ പകുതിന്റെ സ്ക്വയർ. എന്താണ് അതിന്റെ പകുതി? പകുതി എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ന്റെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്തു. ഓരോടത്ത് മാത്രമായിട്ട് ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ആഡ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ചെയ്യണം. അപ്പൊ നമ്മൾ ഈക്വൽ ടു 48 + 1 സ്ക്വയർ. ഇപ്പൊ രണ്ട് സൈഡിലും ആഡ് ആയില്ലേ? ഇനി ഈ സാധനത്തിന് നോക്കുക, അത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? ഏത് ഫോമിലാണ് കിടക്കുന്നത്? എങ്ങനെയാണ്? a² + 2ab + b² ഫോമിലാണ് കിടക്കുന്നത് അല്ലെ. x² + 2x + 1² അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് ഏത് രൂപത്തിലേക്ക് മാറ്റാം? a + b² രൂപത്തിലേക്ക് മാറ്റാം. എന്താണ് a + b² വരിക? x+1². അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ 5ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചാണ് അല്ലെ. അപ്പൊ ഈ x² + 2x + 1² നമുക്ക് എന്താക്കി എഴുതാം മക്കളെ? x+1² ആക്കിട്ട് എഴുതാം. ഏതി കൂടെ? x+1² ഈക്വൽ ടു 48 + 1². എന്താണ് 48 + 1²? 49 ആണ്. സിമ്പിൾ അല്ലേ? 1² 1 ആണ്. 48 + 1 49. ഓക്കെ, ഇനി x+1 is equal to സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? √49 അല്ലേ. സോ x+1 is equal to 7 ആണല്ലോ. ഇനി ഇവിടെ ഈ +1 അങ്ങോട്ട് പോകുമ്പോൾ x is equal to 7 - 1 x is equal to 6. xന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. കിട്ടിയല്ലേ? ഇനി x6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? breadth is equal to 6 meter. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എത്ര വരിക?
6 + 2 അതായത് x + 2 എത്ര വരിക 8 മീറ്റർ. അപ്പൊ 8 മീറ്ററും 6 മീറ്ററും ആണ് ലെങ്ത്തും ബ്രെഡ്ത്തും. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ റൂട്ട് എടുത്ത സമയത്ത് 7 മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ശരിക്കും അവിടെ എന്ത് വരും, പ്ലസ് ഓർ മൈനസ് വരും. ഇവിടെ എന്ത് വരും, പ്ലസും വരും മൈനസും വരും. 2 ആൻസേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ മൈനസ് ഇട്ടുള്ളത് ചെയ്യണം, പക്ഷെ മൈനസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൻസർ നെഗറ്റീവാ വരിക. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ ഞാൻ ചെയ്യാം. x + 1 = ഇത് വരും -7 വരും. ഈ +1 അങ്ങോട്ട് പോകുമ്പോൾ x = -7 - 1. അപ്പൊ x = എന്താ വരിക, -8 ആണ് വരിക. -8 എന്ന് പറയുന്ന ഒരു ലെങ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് ആവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആൻസർ നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം പഠിക്കാനുണ്ട്. എന്താണ്, ഒരു ജനറൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ജനറൽ ഫോം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ്, ax² + bx + c ആണ് = 0 അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ, അതായത് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് x = -b ± √b² - 4ac / 2a. ഓക്കെ, ചെറിയ ഇക്വേഷൻ അല്ലേ, വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ. നമ്മൾ ഏറ്റവും കൂടുതൽ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ് അല്ലെ. x = -b ± √b² - 4ac / 2a. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇനി അടുത്ത പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തു നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. എന്താണ് രണ്ടാമത്തെ ചോദ്യം? വൺ സൈഡ് ഓഫ് എ right triangle is 1 centimeter less than twice the length of the side perpendicular to it. Okay, the hypotenuse is 1 centimeter more than twice this side. What are the length of the sides? ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, കുറച്ച് കൺഫ്യൂസിങ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ മലയാളം കൂടി നമുക്ക് എന്ത് ചെയ്യാം, നോക്കി നോക്കാം. എന്താണ് മലയാളം? ഒരു മട്ട ത്രികോണത്തിലെ ഒരു വശത്തിന്റെ 2 മടങ്ങിൽ നിന്ന് 1 സെന്റിമീറ്റർ കുറച്ചതാണ് അതിന് ലംബമായ വശം. 2 മടങ്ങിനോട് 1 സെന്റിമീറ്റർ കൂട്ടിയതാണ് കർണം. വശങ്ങളുടെ നീളം എന്തൊക്കെയാണ്? അതായത് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണാണല്ലോ. ഇതിലെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ, വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1 സെന്റിമീറ്റർ ലെസ് ദാൻ ട്വൈസ് ദ ലെങ്ത് ഓഫ് ദി സൈഡ് പെർപെൻഡിക്കുലർ ഇറ്റ്. അപ്പൊ ഒരു സൈഡ് പെർപെൻഡിക്കുലർ സൈഡിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക, എക്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, ദെൻ മറ്റതിന്റെ കാര്യം എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ എക്സ് എന്ന് പറയുന്ന സൈഡിന്റെ ട്വൈസ് ദ ലെങ്തിനെക്കാട്ടിലും 1 സെന്റിമീറ്റർ ലെസ് ആണ്. ട്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2x അല്ലെ, അതിനെക്കാട്ടിലും 1 സെന്റിമീറ്റർ ലെസ്. 1 സെന്റിമീറ്റർ ലെസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് -1 അല്ലെ. അപ്പൊ ട്വൈസിനെക്കാട്ടിലും, അതായത് ഇരട്ടിയിലേക്കാട്ടിലും 1 കുറവ്, 2 മടങ്ങിനേക്കാൾ 1 കുറവാണ്. അപ്പൊ 2 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആണ്. 2x - 1. ഓക്കെ, the hypotenuse is 1 centimeter more than twice this side. ഓക്കെ, അതായത് കർണം എന്ന് പറയുന്നത് എന്താണ്, 2 മടങ്ങിനോട് 1 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ 2 മടങ്ങ് ട്വൈസ് ദി ലെങ്ത് ഓഫ് ദി സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആണ്. 2x-നെക്കാട്ടിലും 1 എന്താണ്, മോർ ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൂടുതലാണ്. അപ്പൊ എന്ത് വരും, 2x + 1 വരും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മളുടെ റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് വരുന്നത്. ഓക്കെ, ദെൻ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ ഉപയോഗിക്കാം? നമ്മളുടെ ഒരു തിയറം ഉണ്ടല്ലോ, ഒരു ചെങ്ങായി കഷ്ടപ്പെട്ട് ഒരു തിയറം ഉണ്ടാക്കിയിട്ടില്ലേ, എന്താണ്, പൈതഗോറസ് തിയറം അല്ലെ. പൈതഗോറസ് തിയറം. എന്താണ് പൈതഗോറസ് തിയറം പറയുന്നത്? പൈതഗോറസ് തിയറം എന്താ പറയണത്? b² + a² = h² അല്ലെ. പൈതഗോറസ് തിയറം അല്ലെങ്കിൽ പൈതഗോറസ് സിദ്ധാന്തം എന്ന് പറയുന്നത് base square plus altitude square is equal to hypotenuse square. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. കേട്ടില്ലേ? അപ്പൊ ഇതിൽ പാദം ബേസ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആണ്. അപ്പൊ നമുക്ക് x² പ്ലസ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, 2x - 1 അല്ലെ. 2x - 1 whole square is equal to h², കർണം സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 2x + 1 whole square. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ഇതിൽ നിന്ന് ഞാൻ ചെറിയ കുറച്ച് ചേഞ്ചസ് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ കിടക്കുന്ന ഈ
എക്സ് സ്ക്വയറിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എന്താ, ആരൊറ്റക്കായി 2x മൈനസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെ ആരുണ്ട് 2x പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നായിട്ട് മാറിയില്ലേ? ഇനി നമ്മൾ നേരത്തെ ഒരു 2 ക്ലാസ് മുന്നേ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? എ മൈനസ് ബി ഹോൾ സ്ക്വയർ സമം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇനി ഈ ചിത്രത്തിലൊന്ന് നോക്കുക, അല്ല ഈ സ്ക്രീനിൽ ഈ ബോർഡിലേക്ക് ഒന്ന് നോക്കുക. എന്റെ സ്ഥാനത്ത് ആരുണ്ട്? എന്റെ സ്ഥാനത്ത് ആരാളത്? എ ഇസ് ഈക്വൽ ടു എന്താണ് 2x ആണ് അല്ലെ. ബി ഇസ് ഈക്വൽ ടു എന്താണ് 1 ആണ്. അപ്പൊ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 2x മൈനസ് 1, എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആളെന്ന് നോക്കുക, 4ab മൈനസ് 4ab അല്ലെങ്കിൽ 4ab എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, എക്സ് സ്ക്വയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഈ 4abക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 4ab ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, എക്സ് സ്ക്വയർ എന്ന് കൊടുത്തൂടെ? 4ab എന്ന് പറഞ്ഞാൽ എ 2x ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 2x ഇൻറ്റു ബി എന്ന് പറയുന്നത് 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കൊടുത്തൂടെ? ഓക്കെ. ഇനി 4 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് എന്താണ്, 4 ഇൻറ്റു 2 8 ആണ്. സോ 8x ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇത് രണ്ട് സൈഡിലും ഒരേപോലെയുള്ള ആൾക്കാരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് ഇൻറ്റു എക്സ് അല്ല എക്സ് സ്ക്വയർ വരിക. അപ്പൊ അടുത്ത എക്സിനെയും ഈ എക്സിനെയും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ, എക്സും 8ഉം മാത്രമേ ഉള്ളൂ. സോ എക്സ് ഈക്വൽ ടു 8 നമുക്ക് ആൻസർ കിട്ടൂലേ? അങ്ങനെ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ദി സൈഡ്, ആ ത്രികോണത്തിന്റെ മട്ടത്രികോണത്തിന്റെ വശങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിൽ ബേസ് അഥവാ പാദം എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, 8 സെന്റിമീറ്റർ ആണല്ലോ. ഇനി ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതായത് 2x മൈനസ് 1 അല്ലെ. 2x മൈനസ് 1 എന്ന് പറയുന്നത് 2 ഇൻറ്റു 8 മൈനസ് 1. 2 ഇൻറ്റു 8 എന്ന് പറയുന്നത് 16 മൈനസ് 1 എത്ര വരും, 15 വരും സെന്റിമീറ്റർ അല്ലെ. ഇനി എന്തുണ്ട്, എക്സ് കേട്ടോ, എക്സ് ഈക്വൽ ടു ഓക്കെ. ദെൻ 2x പ്ലസ് 1. 2x പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 8 പ്ലസ് 1. 2 ഇൻറ്റു 8 എന്ന് പറയുന്നത് 16 ആണ്. 16 പ്ലസ് 1 ഇസ് ഈക്വൽ ടു എത്രയാണ്, 70 സെന്റിമീറ്റർ. ഓക്കെ. അപ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്, രണ്ടാമത്തെ സൈഡ് 15 സെന്റിമീറ്റർ ആണ്, മൂന്നാമത്തെ സൈഡ് 70 സെന്റിമീറ്റർ ആണ്.